Hi students, ഞാൻ ഹരീഷ് വി എൻ. നിങ്ങൾക്ക് ഞാൻ MTH 3C11 മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ജിയോമെട്രി എന്നുള്ള പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾ MSc തേർഡ് സെം സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ഈ പേപ്പറിന് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ജിയോമെട്രിക്ക് 2 ടെക്സ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് റൂഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ അനാലിസിസ്, 2 ആൻഡ്രൂ പ്രസ്ലിയുടെ എലിമെൻ്ററി ഡിഫറൻഷ്യൽ ജിയോമെട്രി സെക്കൻഡ് എഡിഷൻ. നമുക്ക് ടെക്സ്റ്റ് 1-ൽ നിന്ന് തുടങ്ങാം, റൂഡിൻ്റെ ടെക്സ്റ്റിൽ നിന്ന്. അതിലെ ചാപ്റ്റർ 9 ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. ഈ ഡിഫറൻഷ്യൽ ജിയോമെട്രിയുടെ, അതായത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ജിയോമെട്രി എന്നുള്ള പേപ്പറിന് മെയിനായിട്ട് 2 ടൂളുകളാണ് ഉപയോഗിക്കുക, ലീനിയർ ആൾജിബ്രയും കാൽക്കുലസും. നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം വെക്ടർ സ്പേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ സെറ്റ് വിത്ത് 2 ഓപ്പറേഷൻസ് വിത്ത് സം ആക്സിയംസ്. ഓപ്പറേഷൻസ് അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. നമുക്ക് പഠിക്കാനുള്ള വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ അത് അത്ര അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസ് അല്ല, അത് Rn ആണ്. Rnലെ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും കമ്പോണന്റ് വൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ വെക്ടർ സ്പേസ്. Rnന്റെ സബ്സെറ്റുകൾ which are both closed with respect to addition and scalar multiplication, they are also called vector spaces. അതായത് നിങ്ങളുടെ ലാംഗ്വേജിൽ സബ് സ്പേസസ്, they are itself vector spaces. പിന്നെ നിങ്ങൾക്കറിയാം what is meant by a linear combination of vectors. You know what is meant by span of a subset of a vector space, and you know when a set is said to be linearly independent and dependent, and you know the notions of basis, and in particular the notion of standard basis for Rn, and you know the concept of dimension. It is the number of elements in any basis, and you might have learned the dimension of Rn is n, and you know the concept of coordinates of a vector with respect to a basis, or in particular with respect to the standard basis. So all these things you know. First let us state a theorem. ഈ തിയറം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ പ്രൂഫിലേക്ക് കടക്കുന്നില്ല. തിയറം ഇതാണ്: ലെറ്റ് R be a positive integer if a vector space is spanned by a set of R vectors, then the dimension of that vector space is less than or equal to R. അതായത് സ്പാൻ ചെയ്യാൻ യു നീഡ് അറ്റ്ലീസ്റ്റ് ആസ് മെനി വെക്ടേഴ്സ് ആസ് ഡിമെൻഷൻ ഓഫ് എക്സ്. എങ്കിൽ മാത്രമേ ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഡിമെൻഷൻ ഓഫ് എക്സ് നമ്പർ ഓഫ് വെക്ടേഴ്സ് വേണം ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടായാലും കുഴപ്പമില്ല. പ്രൂഫ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് നോക്കി വായിച്ചാൽ മതി, സ്കിപ്പ് ചെയ്താലും വിരോധമില്ലാത്ത പ്രൂഫാണ്. അതിൻ്റെ ഒരു കൊറോളറി ആയിട്ട് നമുക്ക് ഡിമെൻഷൻ ഓഫ് Rn ഈസ് ഈക്വൽ ടു n എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ആ പ്രൂഫ് നിങ്ങളൊന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് വി വിൽ സ്റ്റേറ്റ് അനദർ തിയറം. സപ്പോസ് X is a vector space, means X is a subset of some Euclidean space Rk with the dimension of X is equal to n. Then a subset E of X spans X if and only if E is independent. Oh no, that is not exactly true. There is some modification. A subset E of X having n elements spans X if and only if E is independent. അങ്ങനെയായിട്ട് തിരുത്തി വായിക്കണം.
So there is a correction in statement A. A subset E of x having n elements spans x if and only if E is independent. B part. Every basis of x contains n vectors. And one more part. C part. Every set of independent vectors can be extended to a basis. So what is meant by extended? That means given a set of vectors y1 etc. yr, you can again find out some more vectors, say yr plus 1 etc. by n, such that the set y1 comma y2 comma etc. yr comma yr plus 1 comma etc. yn forms a basis. അതാണ് എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. So these three parts you can prove directly, or you can look at the textbook, or even if you skip it, no problem. അടുത്തത് linear transformations. Linear transformation means all of you know it's a mapping from a vector space x to another vector space y with the property that we will call that linear transformation by the letter capital A. So what are the properties of A? A of x plus y equal to A of x plus A of y, and A of cx is equal to c times A of x for all vectors x and y, and for all scalars c. And you have the definition or notion of the kernel or null space of a linear transformation. All the vectors in the domain space which are mapped to the zero of the codomain is called kernel, and it's a subspace of the domain vector space. And the nullity of a linear transformation is the dimension of the kernel or null space. And you have the concept of range of a vector space. What is meant by range? It is all A of x such that x varies in capital X, the domain of A. That is called range. And what is meant by rank? Dimension of that subspace range is called rank of that linear transformation. And you have a corollary to rank nullity theorem. It says that the kernel is trivial if and only if the range is all of x for a finite dimensional vector space x. Oh, there is one more mistake here. The kernel is trivial if and only if the range is all of y, the codomain. So what is rank nullity theorem? The corollary to rank nullity theorem says the kernel is trivial if and only if the range is all of the codomain y. And please try to prove this theorem by yourself, or at least read from textbook page number 207. I request all of you to read that and understand the proof. Don't skip. It is very important. So what is meant by kernel is trivial? Kernel is trivial if and only if the linear transformation is 1 to 1. So the rank nullity theorem corollary can also be stated in this way: a linear transformation is 1 to 1 if and only if it is onto. Now I will give you an assignment. It is an activity to be submitted. Question is, does there exist a linear transformation A from R2 to R5 such that for some vectors x, y, z in R2, A of x is 1 0 0 minus 1 0, A of y is 0 1 0 0 0, and A of z is
0 0 1 0 minus 2. And second question, prove rank nullity theorem in your own words with your own ideas. So these two questions we have to submit in PDF format into the Moodle website. Okay, students, thank you.